റെഡ്മിയുടെ റെഡ്മി K80 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി K80 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റെഡ്മി K80 അൾട്രയിൽ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരും. OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. ഇതിൽ മെറ്റൽ മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9400+ എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പെർഫോമൻസിന് വരും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരും. 3.5mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല. Android 15 ബേസ് ആയിട്ടുള്ള ഹൈപ്രോയ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. OSൻ്റെ സപ്പോർട്ട് ഇതിൽ വരും. പിന്നെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 50 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വന്നേക്കാം. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഒരു 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 7500 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമായിരിക്കും. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരും. നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നതായിരിക്കും. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയൊക്കെ ഇതിൽ വരും. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അടുത്ത് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി ഇന്ത്യയിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും വരിക. ഇനി ഇന്ത്യയിൽ ഈ ഒരു പേരിൽ വരുമോ എന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ പോക്കോ ബ്രാൻഡിങ്ങിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം കൂടിയൊരു പ്രൈസിങ്ങിലൊക്കെ തന്നെയായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചൈനീസ് മാർക്കറ്റിൽ കുറച്ചും കൂടി നല്ലൊരു പ്രൈസിങ്ങിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും 35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ്മിയുടെ K80 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.